ഇനി വീണ്ടും നമ്മൾ തിരുവനന്തപുരത്തേക്ക് പോവുകയാണ്. പ്രത്യേകിച്ച് സത്യപ്രതിജ്ഞാ ചടങ്ങിന് വേണ്ടി എങ്ങനെയാണ് ഒരുങ്ങുന്നത്? 10 വർഷത്തിന് ശേഷം UDF സർക്കാർ അധികാരം ഏറ്റെടുക്കുന്ന ചടങ്ങ് വൻ ആഘോഷമാക്കാൻ ഒരുക്കങ്ങൾ അന്തിമഘട്ടത്തിലാണ്. നാളെ 10 മണിക്കാണ് സത്യപ്രതിജ്ഞ. നടനും തമിഴ്നാട് മുഖ്യമന്ത്രിയുമായ ജോസഫ് വിജയ് ചന്ദ്രശേഖർ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. 1 ലക്ഷം പേർ ചടങ്ങിൽ പങ്കെടുക്കുമെന്നാണ് UDF നേതൃത്വം കരുതുന്നത്. സെൻട്രൽ സ്റ്റേഡിയത്തിൽ നിന്നാണ് TV പ്രസാദ് നമുക്കൊപ്പം ചേരുന്നത്. പ്രസാദ്, അപ്പോൾ പറയൂ, ഇനിയിപ്പോൾ 24 മണിക്കൂറുകൾക്കപ്പുറം സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കുകയാണ്. VD സതീശൻ സർക്കാർ അധികാരമേൽക്കുകയാണ്. 21 മന്ത്രിസഭ ഒന്നാകെ സത്യപ്രതിജ്ഞയും ഹൈക്കമാൻഡ് പ്രധാനപ്പെട്ട പന്തലൊരുങ്ങിയിരിക്കുന്നു. പ്രസാദ് അവിടെ എത്തിയിരിക്കുന്നു. ചെറിയ മഴയുണ്ട്. അപ്പോൾ പറയൂ, എങ്ങനെയൊക്കെയാണ് ഒരുക്കങ്ങൾ? നാളത്തെ ഒരു ആലോചന എങ്ങനെയാണ്? പ്രധാനപ്പെട്ട കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിമാർ വരുന്നുണ്ട്, ഹൈക്കമാൻഡ് നേതാക്കൾ വരുന്നുണ്ട്, എന്തിന് ജോസഫ് വിജയ് ചന്ദ്രശേഖർ വരുന്നുണ്ട്. പ്രധാന ആകർഷണം അതാണ്. കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളമുള്ള 1 ലക്ഷം എന്നൊക്കെ പറയുമെങ്കിലും അതുക്കും മേലെ ആളുകൾ എത്താനുള്ള സാധ്യതയുണ്ട്. പ്രസാദ്, ഷിഹാസ്, റോഷ്നി പറഞ്ഞതുപോലെ ആ ചെറിയ മഴയല്ല കേട്ടോ, അതിലൊരു അഭിപ്രായ വ്യത്യാസമുണ്ട്. നല്ല കനത്ത മഴയാണ്. ഇവിടെ സെൻട്രൽ സ്റ്റേഡിയത്തിൽ ആ പണികൾ പുരോഗമിക്കുകയാണ്. വിജയ് വരും എന്ന ആത്മവിശ്വാസമാണുള്ളത്. ഇന്നലെ വൈകിട്ട് KPCC ചിലരൊരു സംശയം പറഞ്ഞിരുന്നു, പക്ഷേ വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഇന്ന് രാവിലെ അതിലൊരു കൺഫർമേഷൻ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, പടുകൂറ്റൻ ആ സ്റ്റേജ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ, അതായത് മുഖ്യമന്ത്രിയെ പ്രഖ്യാപിച്ചതിന് പിന്നാലെ തന്നെ ഇവിടെ സത്യപ്രതിജ്ഞയ്ക്കുള്ള ഒരുക്കങ്ങൾ തുടങ്ങിയിരുന്നു. അതിൻ്റെ നീക്കങ്ങളെല്ലാം പൊതുഭരണ വകുപ്പ് തയ്യാറാക്കിയിരുന്നു. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം, ഇതിപ്പോൾ രാവിലെയും പകലും എന്ന് വ്യത്യാസമില്ലാതെ 100 കണക്കിന് ജോലിക്കാരാണ് ഇവിടെ ക്രമീകരിക്കുന്നത്. മുന്നിൽ നിന്ന് തുടങ്ങി ഇത് ഇവിടേക്ക് എത്തിക്കഴിഞ്ഞു. ഏതാണ്ട് പന്തൽ. നാളെ ഈ രാവിലെ 10 മണിക്കാണ് സത്യപ്രതിജ്ഞ ഇവിടെ നടക്കുന്നത്. അതിനു മുമ്പ് തന്നെ ഈ മുന്നൊരുക്കങ്ങൾ എല്ലാം പൂർത്തിയാകും എന്നുള്ളതാണ്. ഈ മഴ ചെറിയൊരു ആശങ്കയുണ്ടാക്കുമോ എന്നൊരു പേടിയുണ്ട്. റിജു, നമുക്കിത് കാണിച്ചു കൊടുക്കാം. മഴ ശക്തമായി പെയ്താൽ, ഷിയാസ്, റോഷ്നി നോക്ക്, ഇതുപോലെയുള്ളത് ഇത് ചളിക്കുളമാകുമോ എന്നൊരു പേടിയുണ്ട്. നേരത്തെ ഉണ്ടായ പരിപാടിക്ക് വലിയ മഴയുണ്ടായപ്പോൾ വലിയ ചളിക്കുളമായിരുന്നു. പക്ഷേ അപ്പോഴേക്ക് മറ്റേതൊക്കെ ഇട്ട് എല്ലാം ശരിയാക്കുമെന്ന് വിചാരിക്കാം. പക്ഷേ നഗരത്തിനെ ഉൾക്കൊള്ളുന്നതിലും കൂടുതൽ ആളുകളായിരിക്കും തിരുവനന്തപുരത്തേക്ക് ഒഴുകിയെത്തുക എന്ന കാര്യം ഉറപ്പാണ്. കാരണം കണ്ണൂരും കാസർഗോഡും ഒക്കെയുള്ള നമ്മുടെ പരിചയക്കാരൊക്കെ വിളിച്ച് അങ്ങോട്ടേക്ക് ബസ് പിടിച്ച് വരികയാണ് എന്നാണ് പലരും നാട്ടിൽ നിന്ന് പറയുന്നത്. അതിൽ UDF പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ഒരു ആവേശമുണ്ട്. കാരണം കഴിഞ്ഞ 10 വർഷം പ്രതിപക്ഷത്തിരുന്നതിൻ്റെ എല്ലാ സങ്കടവും അവർ മിക്കവാറും നാളെ തീർക്കാനുള്ള സാധ്യതയുണ്ട്. എല്ലാവരും ഇങ്ങോട്ടേക്ക് കിട്ടാവുന്ന വണ്ടിയിൽ കയറി വരാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെയെങ്കിൽ തിരുവനന്തപുരം നഗരത്തിന് ഉൾക്കൊള്ളാൻ പറ്റുന്നതിലും അധികം ആളുകൾ തിരുവനന്തപുരത്തേക്ക് എത്തുമെന്ന് പോലീസും പ്രതീക്ഷിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അവരും എല്ലാ മുന്നൊരുക്കങ്ങളും നഗരത്തിൽ സജീവമാക്കിയിട്ടുണ്ട്. അതിശക്തമായ സുരക്ഷയായിരിക്കും തിരുവനന്തപുരം നഗരത്തിൽ നാളെ ഉണ്ടാവുക. VD സതീശൻ സർക്കാർ അധികാരത്തിലേൽക്കുക നാളെ ഈ സമയത്തേക്ക് ഇങ്ങോട്ടേക്ക് ആളുകൾ ഒഴുകിത്തുടങ്ങും എന്നതാണ്. ഇന്ന് മുതൽ തന്നെ തിരുവനന്തപുരത്തേക്ക് ആളുകൾ ഉറപ്പായും എത്തിത്തുടങ്ങും. ഹോട്ടൽ മുറികളെല്ലാം നിലവിൽ ഫുള്ളാണ്. എല്ലായിടത്തും ആളുകളെ വരവേൽക്കാനുള്ള സംവിധാനങ്ങളാണ്. ഇതിൻ്റെ പുറത്ത് വേണമെങ്കിൽ നമുക്കൊന്ന് കാണിച്ചു തരാം. ഹേർട്ടി വെൽക്കം, അതായത് സോണിയാഗാന്ധി, ഖാർഗെ, രാഹുൽ ഗാന്ധി, പ്രിയങ്ക, അവർക്ക് സ്വാഗതം പറഞ്ഞുകൊണ്ടുള്ള ബോർഡുകൾ ഇവിടെ വന്നു കഴിഞ്ഞു. VD സതീശന് അഭിവാദ്യം അർപ്പിച്ചുള്ള ബോർഡുണ്ട്. സെൻട്രൽ സ്റ്റേഡിയം എന്നാൽ, ഷിഹാസെ, റോഷിങ്ങൾക്ക് അറിയാമെന്ന് കരുതുന്നു, സെക്രട്ടേറിയറ്റിനോട് ചേർന്നാണ് ഈ സെൻട്രൽ സ്റ്റേഡിയം. ഇവിടെ കാണാം കേരളത്തിന്റെ നിയുക്ത മുഖ്യമന്ത്രി VD സതീശന് അഭിവാദ്യങ്ങൾ എന്നെഴുതിയ ബോർഡുകളുണ്ട്. വിവിധ സംഘടനകളെല്ലാവരും മത്സരിച്ച് ബോർഡ് വെക്കാനുള്ള തിരക്കിലാണ്. ഇവിടെ പടുകൂറ്റൻ ഫ്ലക്സ് ബോർഡുകളാണ് സെൻട്രൽ സ്റ്റേഡിയത്തിന്റെ പരിസരത്തെങ്ങും. ഇന്ന് വൈകിട്ടോടുകൂടി ഇവിടുത്തെ മുന്നൊരുക്കം ഏതാണ്ട് പൂർണ്ണമായും കഴിയും. ആയിരക്കണക്കിന് ആളുകൾ നാളെ ഈ സെൻട്രൽ സ്റ്റേഡിയത്തിലേക്ക് ഒഴുകിയെത്തും VD സതീശൻ സർക്കാരിന്റെ സത്യപ്രതിജ്ഞ കാണാൻ. വമ്പൻ ആഘോഷമാണ്. അപ്പോൾ നമ്മൾ വലിയ കവറേജ് ഒരുക്കിയിട്ടുണ്ട്. 10 വർഷം പ്രതിപക്ഷത്തിരുന്നതിന്റെ, അതിൽ നിന്ന് തിരിച്ചു വന്നതിന്റെ ഒരു ആഘോഷം. അത് ചെറുതായി